എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് 2 ക്ലീനിങ് ബാസ്ക്കറ്റുമായിട്ടാണ്. ഞാൻ അടുക്കളയിലും അതുപോലെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്കും ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന 2 ക്ലീനിങ് ബാസ്ക്കറ്റാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുപോലെ 2 ബാസ്ക്കറ്റുകളാണ് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം വീട്ടിലെ ക്ലീനിങ്ങിന്, അതായത് നമ്മുടെ ജനറൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും ഒരെണ്ണം കിച്ചണിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും, അടുക്കളയിൽ നമുക്ക് പാത്രം കഴുകാനും അതുപോലെ അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ ഉള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റാണ് ഞാൻ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെയാണ് വയ്ക്കുന്നത്. നമുക്ക് ഇതെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം അടുക്കളയിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പാത്രം കഴുകാനായിട്ട് ഇതിൽ നിന്ന് ലിക്വിഡ് എടുക്കും, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും ഇതിൽ നിന്ന് ലിക്വിഡൊക്കെ എടുക്കും. പിന്നെ ഈ ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യുന്നത് അവിടേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിങ്ങനെ 2 ഹാൻഡിൽ പോലെയുണ്ട്, ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇതെടുത്തുകൊണ്ട് പോയിട്ട് എവിടെയാണോ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയി വെച്ച് നമുക്ക് ഇതിൽ നിന്ന് സാധനങ്ങളെടുത്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഉപയോഗിക്കുന്ന ക്ലീനിങ് പ്രോഡക്റ്റ്സ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലീനിങ് പ്രോഡക്റ്റ്സ്, അതൊക്കെ വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റാണിത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ വെച്ചിരിക്കുന്നത് ഡിഷ് വാഷാണ്. ഇത് ഹോം മെയ്ഡ് ഡിഷ് വാഷ്, നാരങ്ങയും ചെറുനാരങ്ങയും അതുപോലെ തന്നെ കല്ലുപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാണിത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ പ്രില്ലും എടുക്കാറുണ്ട്, ഇടയ്ക്ക് പ്രില്ലും കൂടി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഭയങ്കര ടഫായിട്ടുള്ള സ്റ്റെയിനൊക്കെയാണ്, പോകാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആണെങ്കിൽ ഞാൻ ഈ നമ്മുടെ ഹാൻഡ് മെയ്ഡ് ഡിഷ് വാഷിൻ്റെ കൂട്ടത്തിൽ പ്രില്ലും കൂടി മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ള ഒരെണ്ണം ഇതാണ്. ഇത് നമ്മളുടെ സ്റ്റൗവിലേക്ക് എണ്ണമയമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വറക്കുകയോ പൊരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എണ്ണയൊക്കെ സ്റ്റൗവിലും അതുപോലെ ടൈലിലൊക്കെ തെറിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷനാണിത്. ഗ്രീസ് റിമൂവിങ് സൊല്യൂഷനാണ്. വിനാഗിരി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്, അതൊക്കെ ചേർത്തുണ്ടാക്കിയ ഒരു സൊല്യൂഷനാണ്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഗ്രീസൊക്കെ റിമൂവ് ചെയ്യാനായിട്ട്, അതായത് എണ്ണമയമൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ജിഫ്. ഇത് ഭയങ്കര ടഫായിട്ടുള്ള കറകൾ, ചിലപ്പോൾ പാത്രമൊക്കെ അടിക്കൊക്കെ പിടിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള കറകളൊക്കെ കളയാനായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇത് ഞാൻ ബാത്റൂമിൽ ടഫ് സ്റ്റെയിൻസ് ഒക്കെ വരികയാണെങ്കിൽ അതിന് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പല പല ആവശ്യങ്ങൾക്ക് ഞാനിത് ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ടഫായിട്ട് എന്തെങ്കിലും നമ്മൾ സാധാരണ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ക്ലീനിങ് സൊല്യൂഷൻസ് വെച്ചിട്ട് പോവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ജിഫ് വെച്ചിട്ട് കളയാറുണ്ട്. പിന്നെ ഉള്ളതാണ് സ്പഞ്ചസ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്പഞ്ചാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പഞ്ച്, 2 സൈഡുള്ള ഒരു സ്പഞ്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ ഒരു സ്പഞ്ച്, ഇത് ഞാൻ സാധാരണ സിങ്ക് കഴുകാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. സിങ്ക് കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ സ്പഞ്ച് സാധാരണ ഈ ട്രേയിലല്ല വെക്കാറ്, പൈപ്പിൽ തന്നെ ഒരു ട്രേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിലാണ് സൂക്ഷിക്കാറ്. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ചതേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അടുക്കളയിൽ വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വളരെ ഉപകാരിയായിട്ടുള്ള ഒന്നാണ് ബേക്കിംഗ് സോഡ. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാനിതുപോലെ ഈ ബാസ്ക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സിങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ആവുകയോ അതുപോലുള്ള ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ സ്പഞ്ച് ക്ലീൻ ചെയ്യാനും ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളതാണ് ഒരു ബ്രഷ്. ഇതെന്തെങ്കിലുമൊക്കെ കുക്കർ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ വൈപ്പർ, നമ്മുടെ അടുക്കളയിലൊക്കെ വെള്ളമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളയാനായിട്ട് വൈപ്പർ വെച്ചിട്ട് കളയാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മെയിനായിട്ട് അടുക്കളയിലെ ക്ലീനിങ് കിറ്റിലുള്ളത്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതൊന്നും അന്വേഷിച്ച് നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുക്കളയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ക്ലീനിങ് കിറ്റ്. ഇതാണ് എൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലീനിങ് ബാസ്ക്കറ്റ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിങ്ങനെ ഹാൻഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും പിടിച്ചുകൊണ്ട് പോയിട്ട് വെച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്.
ഇതിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിലുള്ള ഒരു ഐറ്റമാണിത്. ഇത് നമ്മുടെ ഓൾ പർപ്പസ് ക്ലീനറാണ്. അപ്പോൾ വീട്ടിലെ മിക്ക സ്ഥലങ്ങളും ക്ലീൻ ചെയ്യാനായിട്ട് ഞാനിത് ഉപയോഗിക്കാറുണ്ട്. അതായത് ടേബിൾ ടോപ്പ്, അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ സ്റ്റവിൻ്റെ ടോപ്പ്, പിന്നെ അതുപോലെ ഗ്രാനൈറ്റ്, അങ്ങനെ ഷെൽഫുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ഈ ഓൾ പർപ്പസ് ക്ലീനറാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ ബാസ്ക്കറ്റിലുള്ളതാണ് ഈ മിറർ ക്ലീനർ. ഇത് നമ്മുടെ കണ്ണാടികളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. കണ്ണാടികൾ, അതുപോലെ നമുക്ക് കിച്ചൺ കബോർഡിലോ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, അതിൻ്റെയൊക്കെ ഗ്ലാസ്സുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലീനറാണിത്. ഇനി അടുത്തതായിട്ട് ഇതിലുള്ളതാണ് ഫ്ലോർ ക്ലീനർ. ഇത് നമ്മുടെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്, നിലമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഉറുമ്പോ പ്രാണികളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ശല്യം കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ നല്ല സ്മെല്ലും കൂടി ഉള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. വളരെ അപൂർവമായിട്ടാണ് ലൈസോള് പോലുള്ള ക്ലീൻ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ക്ലീൻ സൊല്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂ റോൾസ്. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഒരു റോള് പോലെയാണ് നമുക്കിങ്ങനെ കിട്ടുക. ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ സുഖമാണ്. നമ്മൾ സാധാരണ ഇതുപോലത്തെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് സാധാരണ ടിഷ്യൂ പോലെ തന്നെ നമുക്കിത് കീറിയെടുക്കാം. അതിനുശേഷം നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തവണ ഉപയോഗിച്ചിട്ട് പിന്നെ അത് കളയേണ്ടി വരും. അപ്പം ഇങ്ങനത്തെ റീയൂസബിൾ ആയിട്ടുള്ള ടിഷ്യൂ ആണെങ്കിൽ നമുക്ക് ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊരു 5-8 തവണയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യുന്നത് പോലെ തുടച്ച് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടിഷ്യൂ വെച്ചിട്ട് നമ്മുടെ സ്റ്റൗ ടോപ്പ്, അതുപോലെ തന്നെ ഗ്രാനൈറ്റിൻ്റെ ടോപ്പ്, കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ്, അതുപോലെ ഷെൽഫുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ടിഷ്യൂ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് റീയൂസബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാശ് ലാഭമാണ്. അപ്പോൾ നമ്മുടെ പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. സാധാരണ ജനറൽ ടിഷ്യൂസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഗുണമുണ്ട്. പിന്നെ അതുപോലെ നോർമലായിട്ട് നമ്മൾ തുണിയൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യില്ലേ, അതിനേക്കാളും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ തുണി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമുക്ക് കഴുകി ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പക്ഷെ ഒരു 5-8 തവണ വരെ കഴുകി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കളയേണ്ടി വരും. എന്നാലും സാധാരണ നമ്മൾ പേപ്പർ ടിഷ്യൂ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി ലാഭകരമായിട്ടുള്ള ഒന്നാണിത്. അപ്പോൾ ഒരു ബൗളിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിങ്ങനെ കഴുകി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിനൊരു കുഴപ്പം ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ടിരിക്കും. ഇതിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പോൾ ഇതിങ്ങനെ കഴുകി ഒരു 8 തവണ വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഈ മൈക്രോ ഫൈബറിൻ്റെ ടിഷ്യൂ റോള് എല്ലായിടത്തും തന്നെ ഇപ്പോൾ അവൈലബിൾ ആണ്. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഈസിലി കിട്ടുന്നൊരു സാധനമാണ്. ഞാനത് ബിഗ് ബസാറിൽ നിന്നാണ് വാങ്ങിച്ചത്. അന്ന് വാങ്ങുമ്പോൾ 70 രൂപയായിരുന്നു. ഇതിലൊരു 80 ഷീറ്റോളം ഉണ്ട്. ഈ 80 ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് തവണ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു റോൾ ഒരു 3 മാസമൊക്കെ നിൽക്കാറുണ്ട്. 3 മാസമല്ല, അതിൽ കൂടുതലും ചില സമയത്തൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉള്ളൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ഓൺലൈനിൽ ചിലപ്പോൾ ഓഫറുകളൊക്കെ വരാറുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ചില സമയത്ത് ഓഫറുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 3 ഒക്കെ 150 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതും വളരെ നല്ലതാണ്. അപ്പോൾ ഓഫറുള്ള സമയത്തായിരിക്കും അത് കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. പിന്നെ ക്ലീനിങ് പർപ്പസിന് വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ടൂത്ത് ബ്രഷ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഞാൻ ടൈലിൻ്റെ കരികുകൾ, അതുപോലെ ഗ്രൗട്ടൊക്കെ എന്തെങ്കിലും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്, പിന്നെ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ബുക്ക് ഷെൽഫിൻ്റെ റെയിലിങ്ങുകൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ റെയിലിങ് ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ബഡ്സ്. ചെവിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബഡ്സ് ഇതുപോലെ തന്നെ റെയിലിങ്ങിനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്ക് ഷെൽഫിൻ്റെയൊക്കെ ഇടയിലൊക്കെ അഴുക്കുകളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഡ്സ് വെച്ച് നമുക്ക് തോണ്ടി കളയാവുന്നതാണ്. അതുപോലെ തന്നെ ജനലിൻ്റെയൊക്കെ ഇടയിൽ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ബഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളൊരു ഇതാണ് ഇത് വാഷ് ബേസിൻ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണിത്.
പിന്നെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്, മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്. ഇത് എന്ത് സ്ഥലമാണെങ്കിലും അഴുക്കുകളൊക്കെ കളയാനായിട്ട്, തുടയ്ക്കാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത്സ്. അപ്പോൾ ഇങ്ങനത്തെ ക്ലോത്ത്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അഴുക്കുകളൊക്കെ കളയാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊരെണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് ഈ സ്പോഞ്ച് വൈപ്പ്. ഈ സ്പഞ്ചസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല സർഫസും ക്ലീൻ ചെയ്യാനായിട്ട്, ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യാറുണ്ട്, ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ സ്പഞ്ച് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ടും സ്റ്റവ് ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലുള്ള പല ആവശ്യങ്ങൾക്കും നമുക്ക് ഇങ്ങനത്തെ സ്പഞ്ചസ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഒരു ടിഷ്യൂവിൻ്റെ ഒരു പാക്കറ്റ്, സാധാരണ പേപ്പർ ടിഷ്യൂവിൻ്റെ ഒരു പാക്കറ്റാണിത്. ചില സമയങ്ങളിലൊക്കെ കണ്ണാടിയൊക്കെ തുടയ്ക്കാനായിട്ട് ഞാനത് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരുപാട് സ്റ്റെയിനൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെ കറകൾ പോലെയൊക്കെ ഉണ്ടെങ്കിൽ മൈക്രോ ഫൈബർ ക്ലോത്തിനേലും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇതുപോലത്തുള്ള ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം. അപ്പോൾ ന്യൂസ് പേപ്പറിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ന്യൂസ് പേപ്പറിൽ അതിൻ്റെ ആ ഒരു ഇങ്കിൻ്റെ പൊടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പൊടിയൊക്കെ നമ്മൾ ചിലപ്പോൾ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തൊട്ട് കഴുകുമ്പോഴായിരിക്കും കൂടുതലായിട്ട് നമ്മളത് തെളിഞ്ഞ് കാണുക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴായി പിന്നെ അധികം ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ ന്യൂസ് പേപ്പർ വെച്ചിട്ടായിരുന്നു ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് പകരമായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഇതുപോലത്തെ ടിഷ്യൂ റോൾസ്. അപ്പോൾ ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പറൊക്കെ നമുക്ക് ഓഫറിൽ കിട്ടും. വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് ഏതെങ്കിലും കടകളിലൊക്കെ ഓഫറുകൾ ഉണ്ടാകുമ്പോൾ മേടിക്കുന്നതാണ്. അപ്പോൾ ഒരു 3-4 പാക്കറ്റിനൊക്കെ 50 രൂപ 60 രൂപ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ട് ക്ലീനിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബാസ്ക്കറ്റ്. അപ്പോൾ ഇത് കൂടാതെ വേറൊരു ഐറ്റം കൂടി ഉണ്ടാവാറുണ്ട്, ഇങ്ങനത്തെ ഒരു ബ്രഷ്. നമ്മുടെ സാധാരണ പഴയ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷാണിത്. ഇങ്ങനത്തെ ഒരു പെയിൻറ്റ് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ പെയിൻറ്റ് ബ്രഷ്. ഈ ബ്രഷൊക്കെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനലിൻ്റെ സൈഡുകൾ, അതുപോലെ ടൈലിൻ്റെയൊക്കെ സ്കേർട്ടിങ്ങുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ബ്രഷും യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടൈല് സ്കേർട്ടിങ് ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ടൂത്ത് ബ്രഷ് ഉപയോഗിക്കാം. എന്നാലും അതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പെയിൻറ്റിൻ്റെ ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഇതൊരു പഴയ ബ്രഷാണ്. അപ്പോൾ ഇതാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ക്ലീനിങ് കിറ്റിലുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പോൾ നമ്മൾ സാധാരണ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു സ്ഥലത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് നോക്കിയാൽ ഇതെല്ലാം കാണാനായിട്ട് കിട്ടും. മറ്റേന്ന് പറയാൻ നമ്മൾ ഒരു സാധനം ഒരു സ്ഥലത്ത് വയ്ക്കും, മറ്റൊരു സാധനം വേറൊരു സ്ഥലത്ത് വയ്ക്കും, എന്നിട്ട് ഇതെല്ലാം അന്വേഷിച്ച് നടക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം എളുപ്പത്തിന് കിട്ടും. മാത്രമല്ല നമുക്ക് ക്ലീൻ ചെയ്യാനും കുറച്ചും കൂടി ഈസിയാണ്. നമ്മൾ എവിടെയാണോ ക്ലീൻ ചെയ്യുന്നത് അതെല്ലാം ഈ സാധനം കുക്കി കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. അപ്പം എല്ലാം എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യണം. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.